ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇന്നലെ പോന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി കഴിയുമ്പോൾ എനിക്ക് എന്തോ പൊട്ടൊക്കെ കുത്താൻ തോന്നി. അപ്പോൾ പൊട്ടൊക്കെ കുത്താൻ തോന്നി. അപ്പോൾ ഞാനൊരു ബാഗ് തുറന്ന് അതിൽ നിന്ന് എൻ്റെ മേക്കപ്പ് ബോക്സ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാനങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ ബാഗൊന്നും കൊണ്ടുനടക്കുക അതിലൊന്നുമല്ല സാധനം കൊണ്ടുനടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ്, സ്മിത്തിൽ നിന്ന് കിട്ടിയൊരു ബോക്സിലാണ് ഞാൻ സംഭവങ്ങൾ കൊണ്ടുനടക്കുന്നത് കേട്ടോ. എൻ്റെ പണി സാധനങ്ങൾ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സമയത്ത് പ്ലാസ്റ്റിക് അങ്ങനത്തെ ബോക്സിലൊന്നും ആക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരുപാട് തുണികൾ ഇങ്ങനെ ഉണ്ണിയുടെയൊക്കെ കൊണ്ടുപോകാനുള്ള കാരണം ബാഗിൽ വെക്കേണ്ട കാരണം സ്ഥലം കുറേ പോവുക. അപ്പം അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റിൻ്റെ സാധനങ്ങൾ അതിൽ കൊള്ളുകയും ചെയ്യും. ഈ ബോക്സിലാകുമ്പോൾ കൊള്ളുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് തുണി വെച്ച് അമക്കിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ ബോക്സിലാണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ കൊണ്ടുവരാറ്. അല്ലെങ്കിൽ ഇങ്ങനെ വെതറിക്ക് ബോക്സിൽ വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബോക്സ്, മറ്റേ ബിരിയാണിക്ക് നമുക്ക് പാഴ്സൽ കിട്ടുന്ന ബോക്സിൽ അങ്ങനത്തെ ബോക്സിലൊക്കെ ആക്കി വെക്കാറാണ് പതിവ്. അതാകുമ്പോൾ അടച്ചു വയ്ക്കുകയൊന്നുമില്ല. എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട കാരണം എപ്പോഴല്ല അങ്ങനെ തോന്നുമ്പോൾ ഉപയോഗിക്കണം എന്നുള്ള കാരണം അങ്ങനെ വെക്കലൊന്നും അടച്ചു പൂട്ടി കെട്ടി പറക്കി വെക്കലൊന്നും ഇല്ല കേട്ടോ. അത് തുറന്നങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ പണി സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ വലിയ സംഭവത്തിന് കാണാം. ഇത് ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല, കാരണം തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് പൊടിയാവും. കാരണം ഇത് വാങ്ങിയ സമയത്ത് ചേച്ചിയുടെ കുഞ്ഞു കുട്ടിയായിരുന്നു, ഒരു 3 വയസ്സൊക്കെ ഉണ്ടാവുമായിരുന്നു. അവനപ്പം അങ്ങനടി പോകുന്ന ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്കൊക്കെ പുറത്ത് പോയി കഴിയുമ്പോൾ എൻ്റെ സംഭവങ്ങളിലാണ് പണി കൂടുതൽ. അപ്പോൾ ചില ഷെയ്ഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ആകെ നാണക്കേടാണ് എനിക്ക്. അത് കാരണം ഞാൻ തുറക്കുന്നില്ല കേട്ടോ. പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ്, അകത്ത് അത്ര ഭംഗിയൊന്നുമില്ല. അതിൻ്റെ കൂടെ ഈ തുറക്കുന്ന സമയത്ത് ഒരു മിറർ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാൽ തോന്നുന്നു 200 സംതിങ്. ഭയങ്കര റേറ്റ് കുറവാണ്, പക്ഷെ നല്ല ഷെയ്ഡുകളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാ ടൈപ്പ് കളറും സംഭവങ്ങളും ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം വാങ്ങി നോക്കുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വലിയ സംഭവം. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കാം. ഇനിയാണ് തുടങ്ങാൻ പോകണം കേട്ടോ. അധിക സംഭവങ്ങളൊന്നും ഇല്ല, ഞാനിതൊന്നും എല്ലാം ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് എപ്പോഴുള്ള കോലം. അത് കാരണം അത് കാണുമ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് വാങ്ങൂട്ടോ. അങ്ങനെ ഭയങ്കര റേറ്റുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല, എന്നാലും ഞാനങ്ങനെ വാങ്ങാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ ഭയങ്കര വലിയ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ഓക്കെ, നമുക്കിപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ. NYBയുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് 14 വാം ഹണി എന്ന് പറഞ്ഞിട്ട് NYBയുടെ ഒരു ഫൗണ്ടേഷനാണ്. ഇതെനിക്ക് എൻ്റെ ഷെയ്ഡായിട്ട് ഏകദേശം മാച്ച് തോന്നിക്കുന്നുണ്ട്. ഇല്ലേ അറിയില്ല, പക്ഷെ ഞാൻ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്താണ് കേട്ടോ, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഇത് ഭയങ്കര ലിക്വിഡ് ടൈപ്പായ കാരണേ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അത് കാരണം എനിക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയുള്ള ഫൗണ്ടേഷൻ ഡാസ്ലറിൻ്റെ ഒക്കെ അതങ്ങനെ ചെയ്യുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകുന്നുണ്ട്. ഇത് ജസ്റ്റ് സെറും പോലെ നല്ല ലൂസായിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് സെറ്റാക്കാൻ പറ്റും. അതാണ് അപ്പോൾ ആദ്യത്തേത്. പിന്നെ വരുന്നത് ഞാൻ സ്മിത്തിൽ നിന്ന് വാങ്ങിച്ച സംഭവങ്ങളാട്ടോ. കുഞ്ഞി മിനിയായിട്ട് വാങ്ങിയതാണ്. ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള സൺസ്ക്രീനാണ്. ഇതിൻ്റെ അതൊന്നും ഉണ്ടായിരുന്നില്ല. സൺസ്കൂപ്പിൻ്റെ ആണ്. ഇതിലൊന്നുമില്ല കേട്ടോ സംഭവം, അതിലും വെറുതെ കൊണ്ടെടുക്കുകയാണ്. പിന്നീട് അതൊന്നും തന്നെ വാങ്ങിച്ചാണ് ട്രെസ്സമ്മയുടെ ഹെയർ സെറമാണ് കേട്ടോ. ഇതിൽ കുറച്ചുണ്ട്. ആൻറ്റി ഫ്രിസാണ് സംഭവം, സൂപ്പറാണ്. എണ്ണയ്ക്ക് പകരമൊക്കെ യൂസ് ചെയ്യാം. 40 രൂപയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സംഭവം അടിപൊളിയായിട്ട് ട്രെസ്സമ്മയൊക്കെ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതും സൂപ്പറാണ്. പിന്നെ ഉള്ളത് ഇതെൻ്റെ ചേച്ചിയുടെയാണ് കേട്ടോ. അത് ഇവിടെ വെച്ചിട്ട് എടുക്കാതെ പോയതാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുനടക്കുകയാണ്. ബേബി ലിപ്സ്. ഇത് മെബലൈൻ്റെ ആണ്. ബേബി ലിപ്സാണ്. ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല, എന്നാലും വല്ലപ്പോഴും വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ച് കൊണ്ടുനടക്കുകയാണ്. ഞാനൊരു വട്ടം പറഞ്ഞായിരുന്നു ഇത് ഇവിടെ ഉണ്ടെന്ന്, പക്ഷേ ചേച്ചി ഇത് എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് എടുത്തു കേട്ടോ. മെബലൈൻ്റെ ആണ് കേട്ടോ ബേബി ലിപ്സ് ലിപ് ബാം. പക്ഷേ കളറൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ നെയിൽ പോളിഷുകളാണ് കേട്ടോ. 5 അത് ഏകദേശം എല്ലാം ഒരേ ഷെയ്ഡല്ല അല്ലേ. ഞാൻ ഇതൊക്കെയാണ് കേട്ടോ 5. ഇതിൽ ഇതും എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്ന കേട്ടോ. ആദ്യം വാങ്ങി തന്നത് ഇതാണ്. ഫസ്റ്റ് ഏതെങ്കിലും നെയിൽ പോളിഷ് വാങ്ങി തരുന്നത് ഇതാട്ടോ. ഇത് കുറച്ച് ലോക്കലാണ്. അപ്പോൾ അങ്ങനെ ആൾക്കറിയില്ലായിരുന്നു. തുറന്നു നോക്കിയിട്ടൊക്കെ വാങ്ങണമെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഇത് കുറച്ച് സംഭവം ഉണ്ടാകും. ഇതിൻ്റെ കുറച്ച് ലോക്കലാണ്. ഇത് ശബരിമലയ്ക്ക് പോയപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ. ഞാൻ പറയാണ്ട് വാങ്ങിക്കുന്നതാണ്. അത് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെ വാങ്ങാൻ തോന്നിയില്ലോ എന്ന് ഓർത്തിട്ട്.
അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും കേട്ടോ. എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് അത് പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ ഇതിന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. നല്ല ഷെയ്ഡ് റെഡ് കളർ, ഒരു പിങ്ക് റെഡ് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു ടൈപ്പ് കളറാണ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, ഇങ്ങനെയല്ല നെയിൽ പോളിഷ് വാങ്ങണം, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡിൽ നോക്കിയിട്ട് വാങ്ങണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം വാങ്ങിയതാണ് ഇത് ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ. ഡാസ്ലറിൻ്റെയാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, കാലിലാണ് ഇട്ടിരിക്കുന്നത്. കയ്യിൽ നെയിൽ പോളിഷ് ഇടാൻ നഖമില്ല. ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ആ സംഭവം പരിപാടി നിർത്തി. ഇപ്പോൾ വളർത്തുന്നൊന്നുമില്ല, അപ്പോൾ കൈ ഇടാൻ പറ്റില്ല, കാലിൽ ഞാൻ ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് വാങ്ങിത്തണ്ട കേട്ടോ, ഹാപ്പിയാണ്. ബാക്കിയുള്ള ഷെയ്ഡൊക്കെ ഞാൻ തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ബ്ലൂ ഹെവൻ്റെ, പിന്നെ ഉള്ളതൊക്കെ ഡാസ്ലറിൻ്റെയാണ് ഞാൻ കൂടുതൽ വാങ്ങിക്കാറ്. അപ്പം നല്ല കമ്പനിയാണ് കേട്ടോ. ഡാസ്ലർ ഫേവറേറ്റാണ്. ബ്ലൂ ഹെവൻ്റെ ഇതാണ് ഇത്രയും ന്യൂഡായിട്ടുള്ള കളർ കേട്ടോ. ഇതും യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ കയ്യിലാണ് കളർ. കാലിൽ ഞാൻ എപ്പോഴും ഡാർക്ക് കളറാണ്. ഡാർക്ക് കളർ യൂസ് ചെയ്യുമ്പോൾ കാലിലിടുമ്പോൾ നമുക്ക് നല്ല ഫെയർ ആയിട്ട് തോന്നും കേട്ടോ. ഒന്നാമത് ഡാർക്ക് സ്കിന്നാണ്, അപ്പോൾ കാലിലും നല്ല ഇങ്ങനത്തെ കളറുകളൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിന് കളർ തോന്നിക്കും. പിന്നെയുള്ളത് ഞാൻ മെയിനായിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് മറന്നു വെച്ചിട്ട് പോകുന്നു. എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും മറക്കും, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എന്തെങ്കിലും മറന്നു വയ്ക്കും, അവിടെ നിന്ന് വരുമ്പോൾ അവിടെ എന്തെങ്കിലും മറന്നു വയ്ക്കും, അങ്ങനെയാണ് സംഭവം. മെയിൻ ലിപ്സ്റ്റിക് ഡാസ്ലറിൻ്റെ DLC 035 ഷെയ്ഡ് ലിപ്സ്റ്റിക് ഞാൻ അവിടെ മറന്നു വെച്ചു ഗൈസ്, നഷ്ടം. പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ പിന്നെയുള്ള ലിപ്സ്റ്റിക്ക് ഇതാണ്. ഇത് ഞാൻ നേരിട്ട് പോയിട്ട് എടുത്തതാണ്. തുറന്നു നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഷെയ്ഡ് പോലെ എനിക്ക് തോന്നി, പക്ഷേ ഇത് ഭയങ്കര ബോർഡാണ്. ഇത് കളർ സ്ട്രോക്സ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര സ്റ്റോക്കെന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റോക്കാണ്. കേട്ടോ, ഇതാണ് ഇതിൻ്റെ കളർ. പക്ഷെ ചുണ്ടിലിടുമ്പോൾ ഒന്നാമത് ഡ്രൈ ലിപ്സാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിടുമ്പോൾ ഭയങ്കര ഇതിട്ട് കഴിഞ്ഞൊന്ന് തുടച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ചുണ്ടാക്കുക എന്താ പറയുക, തൊലിയൊക്കെ പോയിട്ടൊരു വേറെ എന്തോ ഒരു ഇതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 06 ആണ്. അതിന് ചിലപ്പോൾ 90 ആയിരിക്കും, അറിയില്ല കേട്ടോ. 90 ആണോ 06 ആണോ എന്നറിയില്ല, ആയിരുന്നു. എന്തായാലും എനിക്കിത് ഇഷ്ടമല്ല. പക്ഷെ ഞാനിത് വേറൊരു കാര്യത്തിന് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് സിന്ദൂരം തൊടുമ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് സിന്ദൂരം പൗഡർ ഇട്ടാൽ അത് ഇടുമ്പോൾ നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സിന്ദൂരം നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആകെ മാഞ്ഞു പോവും. കാരണം ഇത് അങ്ങനത്തെ ഒരു സിന്ദൂരം കൂടി കാണിച്ചിട്ടാ. ഇതാണ് സിന്ദൂരം. അപ്പോൾ തന്നെ തൊടുമ്പോൾ ആകെ ഞാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ തന്നെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ആ ഒരു കോംബോ. ഷുഗർ പോപ്പിൻ്റെ ഒരു കാജലാണ് കേട്ടോ. സംഭവം പൊളിയാണ്, അടിപൊളിയാണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് ഇതും സ്മിറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. ആനൂറിൻ്റെ ചോക്കോ കാരമൽ ലിപ് സ്ക്രബാണ്. ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ള ഓർമ്മയില്ല. പിന്നെ എനിക്ക് ധൈര്യമില്ല അത് യൂസ് ചെയ്യാനായിട്ട്. ഇത് എന്താ പറയുക, അത് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. അത് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണോ ലിപ് സ്ക്രബ് ഇരിക്കും? ഞാൻ ലിപ് സ്ക്രബൊന്നും കണ്ട് പരിചയമൊന്നുമില്ല, അറിയില്ല. അതാണ് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇതിന് നല്ല ചോക്ലേറ്റിൻ്റെ ചോക്കോ ആ ഒരു ടൈപ്പ് സ്മെല്ലാണ്. പിന്നെയുള്ളത് ഐലൈനറാണ് കേട്ടോ. 3 ഉണ്ട്. 3 ഡാസ്ലറിൻ്റെയാണ്. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കുന്നംകുളത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് രണ്ടും ഞാനെപ്പോൾ വാങ്ങിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നെ യൂസ് ചെയ്തിട്ടൊരു ഇതുപോലെ. ഇത് ഞാൻ എൻ്റെ നാത്തൂൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കണ്ടു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊരു ഇത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ. പിന്നെയുള്ളത് ഇത് ഒലയുടെ ഒരു ക്രീമാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് ക്രീമാണ്. ഇത് എനിക്കിടുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ വെള്ളം വെച്ച് പോണ പോലെ, ഇതൊരു കരിവാളിപ്പ് പോലെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഭയങ്കരമായിട്ട് കറുത്തിട്ട് പക്ഷെ വെളുപ്പ് പൗഡറൊക്കെ ഇട്ടിട്ട് നനഞ്ഞിട്ട് നമ്മൾ മുഖത്തിരിക്കില്ല, അതുപോലത്തെ ഒരു ലുക്ക് കണ്ടിട്ട് എനിക്ക് ഇതിട്ടിട്ട്. അപ്പോൾ ഒരു ദിവസം ഇട്ടപ്പോൾ ആദ്യത്തെ 2-3 ദിവസം ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ളൂ. ഇതിട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അവൾക്ക് നല്ല ഫെയർ ആയിട്ട് വന്നിട്ടുണ്ട്. പഴയ കറുപ്പ് അങ്ങ് മാറിയിട്ട് ഫെയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷേ ഇതെനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് എന്തോ ഇത് സ്യൂട്ടായില്ല. അപ്പോൾ ഹസ്ബൻഡ് 2 ദിവസം 3-ാമത്തെ ദിവസം ഹസ്ബൻഡ് വന്നത് ഇടുമ്പോൾ ഭയങ്കര ബോറാവുണ്ട് കേട്ടോ. ഉള്ള ഒരു ഐശ്വര്യം കൂടി പോവാണ് ഇത് ഇടുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതോടെ നിർത്തി. സംഭവത്തിൽ നല്ല റേറ്റ് ഒക്കെ തോന്നുന്നുണ്ട്. അത് ഞാൻ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ്, പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെയുള്ളത് NYBയുടെ ഒരു സ്ട്രോപ്പ് ക്രീമാണ്. ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയതാണ്. ഇത് 3-in-1 ആണ്. ഹൈലൈറ്ററാണ്, മോയ്സ്ചറൈസറാണ്, പ്രൈമറാണ്.
അപ്പോൾ എല്ലാ ഫംഗ്ഷനൊക്കെ ഇത് യൂസ് ചെയ്യാൻ സൂപ്പറാണ്. പക്ഷേ 2 പരിപാടി കഴിഞ്ഞു. ഒന്ന് 28 കഴിഞ്ഞ കുട്ടിയുടെ, പിന്നെ 90 കഴിഞ്ഞു. 2 പരിപാടിക്ക് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നെങ്കിലും എനിക്കിത് യൂസ് ചെയ്യണം. ഇത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് റോസ് ഡയമണ്ട് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. പിന്നെയുള്ളത് ഇത് സ്മിറ്റനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ആ പ്രൊഡക്റ്റ് ചെറിയതായിട്ട് ഞാൻ വാങ്ങിയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. വെനുസിലാന്നാണ് നമ്മളത് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിൽ ഒന്നുമില്ല, അത് കാരണം എന്നാലും വെറുതെ കൊണ്ടുനടക്കാം. എപ്പോഴെങ്കിലും വെറുതെ യൂസ് ചെയ്യാൻ പറ്റിയാലോ. പിന്നെയുള്ളത് ഈർക്കിളി സ്ലൈഡ് എന്നാണ് ഞങ്ങളുടെ ഇവിടെ ഇതിന് പറയുക. ഈ സംഭവമാണ്. പിന്നെയുള്ളത് ഇതെനിക്ക് ഏട്ടൻ വാങ്ങി തന്നതാണ്. ഭയങ്കര മണമാണ്. യൂറസ് എന്നല്ല വായിക്കുക, യൂറസ് ആവും സംഭവം. ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൊള്ളാൻ കാരണം ഇട്ടതാട്ടോ. പിന്നെ ഒരു ടോണറാണ് കേട്ടോ, ഫേസ് മിസ്റ്റ് ടോണറാണ് ഇത്. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുള്ളൂ, അടുപ്പിച്ച് കുറച്ച് നാൾ യൂസ് ചെയ്തു. പക്ഷെ വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഇപ്പോഴും ഉണ്ട് അതിൽ സംഭവം. ഓക്കെ. പിന്നെയുള്ളത് ഇതും സ്മിറ്റനിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ കാണിച്ചതും സ്മിറ്റനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പ്ലമ്മിൻ്റെ സോഫ്റ്റ് ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വെയ്റ്റ്ലെസ് ഫൗണ്ടേഷനാണ്. ഇതെന്തോ എൻ്റെ ഷെയ്ഡല്ല, എന്നാലും ഞാൻ ഈ കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെയുള്ളത് പൊട്ടാണ് കേട്ടോ. ഐടെക്സിൻ്റെ പൊട്ടാണ്. ഐടെക്സിൻ്റെ 2 സൈസ് ഉണ്ട് കേട്ടോ. ഒന്ന് P8ഉം ഒന്ന് P7ഉം. ഐടെക്സിൻ്റെ പൊട്ട് ആണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുന്നത്. നല്ല ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ അതേ ഇതുപോലത്തെ കല്ല് വെച്ച പൊട്ടൊക്കെ യൂസ് ചെയ്യും. ഇതിന് പശ കുറവാണ്, പക്ഷെ ഇതിന് നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഇതിൻ്റെ കല്ലൊക്കെ പൊടിഞ്ഞു പോരും. അതാണ് ഇതും പിന്നെ നല്ല റേറ്റാണ് ഇതിന് 12 രൂപയുള്ളൂ. പക്ഷെ കുറേ പൊട്ടുകളുണ്ടാവും. പിന്നെയുള്ളത് ഒരു ഇറേസറാണ് കേട്ടോ. അത് 3 എണ്ണമായിട്ടാണ് വാങ്ങി കിട്ടിയത് സെറ്റായിട്ട്. ഒരെണ്ണം ഞാൻ അവിടെ ആയിരുന്നു കൊടുത്തു. അപ്പം ഞാൻ ഇടയ്ക്ക് ഐബ്രോസൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അവർക്ക് നെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം അവിടെ വെച്ചു. ഇനി തന്നെ അങ്ങനെ വേണമെങ്കിലോ അവിടെ വെച്ചു. ഒരെണ്ണം ഞാൻ എടുത്തു. ഒരെണ്ണം എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഞാൻ ഒരെണ്ണം എടുത്തത് നടക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സംഭവം വന്ന് പാഴ്സൽ വന്നിട്ട് കൊറിയർ വന്ന് പൊട്ടിക്കാനാണ്. അതെവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തത്. പിന്നെയുള്ളത് മൈ ഫേവറേറ്റ്. ഇതൊക്കെ പോയി, എഴുത്തൊക്കെ പോയി. ABC എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡില്ലേ, അതിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. പൊടി സംഭവമാണ്. നല്ല കറക്റ്റ് ഷെയ്ഡാണ് ഞാൻ നോക്കിയെടുത്തത്. ലക്കിന് കിട്ടി. ഇതാണ് കേട്ടോ, ലിപ്പ് ലൈനറാണ്. പിന്നെയുള്ളത് ഇതും സൂപ്പറാണ്. ഒരു മസ്കാരയാണ്. ഇത് ഏതാണ് സംഭവം എന്ന് ഞാൻ ഇല്ല, അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം വാങ്ങിയതാട്ടോ. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇടുമ്പോൾ അടിപൊളിയാണ്. ഇട്ട് കഴിഞ്ഞ് കുറേ നേരം നിൽക്കൂട്ടത്. അത് കഴിഞ്ഞ് നമ്മളിത് മുഖം കഴുകി കഴിയുമ്പോൾ സാധാരണ എല്ലാ മസ്കാരയ്ക്കും അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ തന്നെ കണ്ണിൽ പീലിയിൽ ഉണ്ടാവും കേട്ടോ. അത് കഴുകി കഴിയുമ്പോൾ നിറച്ച് ഇവിടെ ഫുള്ള് കറക്കും. അതാണൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് സംഭവം പൊളിയാണ്. ആ ഒരു സൈഡ് എഫക്റ്റ് ആണ് അതിനുള്ളത്. കാരണം ഇടാൻ എനിക്ക് പേടിയാണ്. ഇട്ടാൽ പൊളിയാണ്, പക്ഷേ ഇടാൻ എനിക്ക് പേടിയാണ്. ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ നോക്കുമ്പോൾ. പിന്നെ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഞാൻ ഇപ്പോൾ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് റെനിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, ഒരു ലിപ് ബാം പോലെയൊക്കെയാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ഏത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടായാലും മറ്റേ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടായിട്ടാണെങ്കിലും ഇതൊന്ന് ഉള്ളിൽ ഈ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും എനിക്കൊരു നാച്ചുറൽ ലുക്ക് തോന്നാറുണ്ട്. ഫുൾ ആ ഷെയ്ഡ് ചുണ്ടിനകത്താവുമ്പോൾ എനിക്ക് എന്തോ ഒരു അപാകത പോലെ ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഈ ഭാഗത്തുനിന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് 01 ഐറിഷ് ക്രീം എന്നാണ് അതിൻ്റെ ഷെയ്ഡ് തോന്നുന്നത്. ഇതാണ് എൻ്റെ ഒരു കളർ വരുന്നത്. ഈ ഒരു കളറാണ്. ഇതെടുത്തപ്പോൾ എനിക്ക് പറ്റില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സെറ്റ് ആവാണ്ട്. ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷ് റിമൂവർ. അതിൽ യൂസ് ചെയ്യാറില്ല, കാരണം കാലിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നിൽക്കുമല്ലോ. അത് കാരണം ഇത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, കുറേ നാളായി വാങ്ങിയിട്ട്. പിന്നെയുള്ളത് ഐബ്രോ പെൻസിലാണ്. ഇപ്പം എന്താ ഐബ്രോ ഒന്നും സമയം കിട്ടാറില്ല, അതാണ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എനിക്കുള്ളത്. ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു മെനയാവുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.